അവള് പറയും അമ്മക്ക് ഡ്രസ്സിങ് സെൻസേ ഇല്ല എന്ന് പറയും. അതെ, എന്നിട്ട് അവളെ കീറി ജീൻസ് ഒക്കെ ഇട്ടിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിക്കും. എന്നിട്ട് നാട്ടുകാരെ ചീത്ത ഫുള്ള് ഞാൻ കാണാം. വേറെ ഒന്നുമില്ല, ദാരിദ്ര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ, അവൾ എന്നെ കൊണ്ട് ഓരോ വേഷം കെട്ടിക്കോ. അവള് പറയുന്നത് ഞാനും വിചാരിക്കും, ഓ ഇതാണ് ഫാഷൻ ഞാനും കേട്ടോ. പക്ഷെ നാട്ടുകാരെ ചീത്ത കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവാം അത് നിങ്ങളുടെ ഫാഷൻ ആണെന്നുള്ളത്. നാട്ടുകാരുടെ ചീത്ത വിളികൾ വേദനിപ്പിക്കാറുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും എന്താ അറിയോ, എല്ലാവർക്കും ഓരോ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അപ്പം നമ്മളെ ചീത്ത വിളിച്ചിട്ട് അവരുടെ ആ ഫ്രസ്ട്രേഷൻ തീരാണെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. പിന്നെ എപ്പോൾ ഞാൻ വിചാരിക്കട്ടെ, നമ്മൾ ഓരോന്നിന് പൈസ ഈടാക്കുമല്ലോ, ഈ ഓരോ കമന്റ്സിന് ഓരോ അക്ഷരത്തിന് പൈസ ഈടാക്കണം. കുറച്ചല്ലേ എഴുതുള്ളൂ അല്ലേ? ഒരു നല്ലൊരു പക്ഷെ നല്ല കമന്റ് ആണെങ്കിൽ പൈസ ഈടാക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? ശരിയാ, എന്നാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റുകളാ. അതുകൊണ്ട് നമ്മള് അതിന് പൈസ ഈടാക്കണം. ഓരോ കമന്റ്സിന് ഇത്ര പൈസ അല്ലേ? അത് കറക്റ്റ് ആട്ടോ. സുക്കർബർഗിനെ ഒന്ന് അറിയിക്കാവുന്ന കാര്യമാണ് അല്ലേ? ഈ ബുദ്ധിയൊക്കെ എവിടെയായിരുന്നു? ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങോട്ട് വികസിപ്പിച്ചെടുത്തില്ല. ഓക്കെ, ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേക്കും മോനെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? പള്ളിമണിയുടെ ഷൂട്ടിങ്ങിന് മോനെ ഞാൻ കൊണ്ടുവന്നിരുന്നു. പിന്നെ എന്റെ പാരന്റ്സ് ആണ് എന്റെ വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എന്റെ ഹസ്ബൻഡും ആളുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അറ്റ് ദ സെയിം ടൈം എന്റെ പാരന്റ്സും അവരെന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എന്റെ മോളും വന്നേക്കുന്നത്. അപ്പൊ അവിടെ അച്ഛനും അമ്മയുണ്ട് മോനെ നോക്കാൻ. ഹസ്ബൻഡ് ഇല്ല, ആള് പോയേക്കാം. അപ്പം എപ്പോഴും ആ ഒരു ദൈവഭാഗ്യം എന്ന് പറയില്ലേ നമുക്ക്, നമ്മളെ അച്ഛനമ്മ, നമ്മളെ കുടുംബം, അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഹസ്ബൻഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്താണ്? ഹസ്ബൻഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എത്ര ദിവസം പുറത്ത് പോയിട്ട് വരുവാണെങ്കിലും വീട് ഞാൻ എങ്ങനെയാണോ പോയിട്ടുണ്ടാവുക അതിനേക്കാൾ വൃത്തിയായിട്ട് ആള് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പൊടി പോലും വീട്ടിലുണ്ടാവില്ല. പിന്നെ ഞാൻ പോയി വരുന്ന സമയത്ത് ആള് കുക്ക് ചെയ്ത് വെക്കും. അങ്ങനത്തെ കുറെ നല്ല ക്വാളിറ്റീസ് ആൾക്കുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇയാളാണ് പോയിട്ട് വരുന്നതെങ്കിൽ ചിലപ്പോ നമുക്കൊന്ന് തട്ടാനൊക്കെ മറന്നു പോകും. അപ്പൊ അവിടെ ഒരു നോക്കൂ നിറ്റ പൊടി, ഇത് നോക്കൂ പൊടി, ഇത് നോക്കൂ. ആള് പോയി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പോയി വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. ഹസ്ബൻഡ് സ്ഥിരമായി പറയുന്ന ഒരു 3 മലയാളം സെന്റൻസുകൾ എന്തൊക്കെയാണ്? എന്റെ മോനും അതുപോലെ തന്നെയാണ്. ഇങ്ങോട്ട് വരൂ, മോനും പറയാം അങ്ങനെ, അമ്മ ഇങ്ങോട്ട് വരും. ഞാൻ പറയാം ഇങ്ങോട്ടല്ല ഇങ്ങോട്ട്. അതുപോലെയാണ് മോനും സംസാരിക്കുക. പിന്നെ എന്താ ആള് പറയാ, ഇങ്ങോട്ട് വരൂ, തല്ലിപ്പൊളി എപ്പോഴും പറയും. യു തല്ലിപ്പൊളി എപ്പോഴും അങ്ങനെ പറയാ. അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായി മലയാളം കുറച്ച് ഉപയോഗിക്കുന്ന ഫാമിലിയിലാണോ? അപ്പൊ ഇപ്പൊ ആക്ച്വലി എല്ലാവരും വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ഹിന്ദിയിൽ മാത്രമാണ് സംസാരിക്കുന്നത്? ആള് ഹിന്ദിയിലല്ലേ സംസാരിക്കുള്ളൂ. ഞാൻ മക്കളടുത്ത് ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുക. കാരണം എനിക്ക് നിർബന്ധമാണ് അവർ മലയാളം പഠിക്കണം എന്നുള്ളത്. അതും നല്ല വ്യക്തമായിട്ട് മലയാളം പഠിക്കണം എന്നുള്ളത്. ഈ ഇങ്ങോട്ട് വരുമൊന്നും അല്ലാതെ കറക്റ്റ് ആയിട്ട് മലയാളം പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ശരി. ഏതായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് പള്ളിമണി എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണണമെന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി തരും? കാരണം നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ, ഈ ഒരു ഹൊറർ മൂഡുള്ള സിനിമ അല്ലെങ്കിൽ ഒരു സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറയുന്നത്, നമ്മളെപ്പോഴും ആ സൗണ്ട്, അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ എല്ലാം പൂർണ്ണതയിൽ എത്തുമ്പോഴല്ലേ ആ ഒരു സിനിമയുടെ ഒരു എല്ലാം എന്താ പറയാ, മനസ്സിലായി. അണ്ടർസ്റ്റാൻഡ് റൈറ്റ്?